രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരു പബ്ലിക് ഡിബേറ്റിന് ബേസ്ഡ് ഇഷ്യൂ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സീനിയർ ജേർണലിസ്റ്റ് ഹിന്ദുവിൻ്റെ എൻ റാമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നും സുപ്രീം കോടതിയിലെ പഴയ മുൻ ജഡ്ജിയായിട്ട് ലോക്കൂർ, അതേപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഷാ, ഇവരായിരിക്കും അത് മീഡിയേറ്റ് ചെയ്യുന്നതെന്നുമാണ് വാർത്ത വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചലഞ്ച് ചെയ്തേക്കാണ് മോദിയെ ഡിബേറ്റിന് വിളിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ ചോദ്യമാണ്, ഇത് പ്രസക്തമാണോ നിങ്ങൾ തീരുമാനിക്കുക. 10 വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി. ഇന്ത്യൻ പാർലമെൻറ്റിൽ 10 വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡിബേറ്റോ പ്രസംഗമോ ഈ രാഹുൽ ഗാന്ധി നടത്തിയത് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചതൊന്ന് ഫോർവേഡ് ചെയ്യുക. കാരണം ഇതൊക്കെ യൂട്യൂബിലുണ്ട്, പഴയ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം, അല്ല എല്ലാവരുടെയും പ്രസംഗമുണ്ട്. അതേപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ലൈബ്രറി, അതിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, അതിൻ്റെ അകത്തുമുണ്ട്. ഇതൊക്കെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുപ്രധാനമായ പല ബില്ലുകളും ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ, ഞാൻ ഈ പറയുന്ന കർഷക ബില്ലാണെങ്കിലും CAA ആണെങ്കിലും കാശ്മീരാണെങ്കിലും എല്ലാം എടുക്കുക. രാഹുൽ ഗാന്ധി എവിടെങ്കിലും കാര്യപ്രസക്തമായ രീതിയിൽ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ കാര്യപ്രസക്തമായ രീതിയിൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? അതിൻ്റെ കാര്യം ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ പൊട്ടൻ ഇതൊന്നും അറിയത്തില്ല. കാരണം എല്ലാം ഫീഡ് ചെയ്തില്ലേ കൊടുക്കുന്നേ. കാരണം ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാൾ പ്രസംഗിച്ച കാര്യം അതേപോലെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കത്തില്ല. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രസംഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ലൈവായിട്ട് പോയിക്കൊണ്ട് ലൈവ് ബ്രോഡ്കാസ്റ്റാണത്. എപ്പോഴും ഏകദേശം ഒരു 150ഓളം ജേർണലിസ്റ്റുകൾ ഈ പ്രസ് പവലിയനിൽ ഇരിപ്പുണ്ട്. ഇന്ത്യ മുഴുവനും കാണുകയാണ്. അതിനേക്കാളുപരി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ശ്രീകോവിൽ, അതായത് എല്ലാ പാർലമെൻറ്റേറിയൻസ് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പ്രസംഗം നടത്തുന്നത്, ഡിബേറ്റ് ഓരോന്നായിട്ട് വരുന്നത്. അതിൽ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, 1ാം മോദി മന്ത്രിസഭയിൽ റഫേൽ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു സംഭവം പറഞ്ഞു. ഒരു എയർക്രാഫ്റ്റിന് 1500 കോടി രൂപ കൊടുത്താണ് വാങ്ങിയതെന്നും പാർലമെൻറ്റിൽ പറഞ്ഞാണ്. അപ്പോൾ അത് വലിയ നഷ്ടമാണെന്നൊക്കെ വെച്ച് അടിച്ച്, ഞാനും അന്ന് ആൻറ്റി മോദി ആയിരുന്നു, ഞാൻ രാഹുലിനെ പിന്തുണച്ച് ഇത് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം ഡിഫൻസിലെ ഏറ്റവും വലിയ കറപ്ഷനാണ്. പിന്നീട് നിർമ്മല സീതാരാമൻ ഇതിന് മറുപടി പറഞ്ഞു. അന്ന് അവരായിരുന്നു ഡിഫൻസിൻ്റെ മിനിസ്റ്റർ. A-to-Z കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ഏകദേശം 750 കോടി രൂപ വെച്ചാണ് ഓരോന്നും വാങ്ങിയതെന്നും അതിനകത്തുള്ള ആമിനേഷൻ ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നും അതിന് ഇത്ര കോടിയാണ് ചിലവായതെന്നും, കോൺഗ്രസ് പാർട്ടി ഇരുന്ന സമയത്ത് നെഗോഷിയേറ്റ് ചെയ്ത എമൗണ്ട് ഇത്രയായിരുന്നുവെന്നും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധി നമ്പർ 1 പൊട്ടനാണെന്ന്. ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ നേതാവ് കംപ്ലീറ്റ് പറയുന്നത് പൊട്ടത്തരം. കാരണം ഇയാൾക്കിത് റിസർച്ച് ചെയ്ത് നോക്കാം. ഈ റിസർച്ച് ചെയ്ത് 10 പേരോട് ചോദിക്കുവാണെങ്കിൽ ഡിഫൻസിൻ്റെ അകത്ത് വർക്ക് ചെയ്ത പല ആൾക്കാരും ഉണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സീനിയർ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട്, ഡിഫൻസിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീഷ്യൽസ് ഉണ്ട്. ഇവരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അതുപോലും റിസർച്ച് ചെയ്യാതെ വെറുതെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. കാരണം ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്നത് അറിയത്തില്ല. മറ്റൊന്ന്, കാർഷിക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഡിസ്കഷൻ നിങ്ങൾക്ക് ഓർമ്മ, അതിനകത്ത് ചെറിയൊരു പോയിന്റാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. കാരണം രാഹുൽ ഗാന്ധി അധികവും പാർലമെൻറ്റിൽ വരാറില്ല. വയനാടുകാർ വലിയ സംഭവമാണെന്നും പറഞ്ഞ് എലക്ട് ചെയ്ത് വിട്ടവരോട് ചോദിക്കുക, രാഹുൽ ഗാന്ധി എത്ര പ്രസംഗമാണ്, എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത് എടുത്ത് നോക്കുക നിങ്ങൾ. അതിനുവേണ്ടിയാണ് പാർലമെൻറ്റിൽ എലക്ട് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പം കർഷക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് മുഴുവൻ അബദ്ധങ്ങൾ.
കാരണം ഈ ബില്ല് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവന്ന് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയുടെ സമയത്ത് ശരത് പവാർ ആയിരുന്നു ഇതേ ബില്ല്. അതിനെപ്പറ്റി പോലും അറിയില്ല എന്തുവാണ് പുറകിൽ. അതാണ് പൊട്ടത്തരം വിഡ്ഢിത്തരം പറയുക. നമ്മളിപ്പോൾ ഡിബേറ്റ് നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഡിബേറ്റിന് പറ്റിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം അതിൽ പല ലെജിസ്ലേഷൻ നടക്കുന്നു, ബില്ലുകൾ പാസ്സാക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. അതാണല്ലോ പാർലമെൻറ്റ്, പോളിസി മേക്കേഴ്സ് ആണല്ലോ. അതിനകത്ത് രാഹുൽ ഗാന്ധി എവിടെയായി പ്രസംഗിക്കുകയും ഡിബേറ്റ് നടത്തിയിട്ടുള്ളത് പറ. രണ്ടാം മോദി മന്ത്രിസഭയിൽ ആകെ ഒരു നോ കോൺഫിഡൻസ് മോഷനേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നിങ്ങളെടുത്ത് നോക്ക്. ഒന്നാം മോദി സഭയിലും ഒരു നോ കോൺഫിഡൻസ് മോഷനേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കാൻ പോകുന്നൊരു സീൻ മാത്രമേ ആൾക്കാർക്ക് ഓർമ്മയുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ രാഹുൽ ഗാന്ധി ഇതിനെപ്പറ്റി കാര്യമായിട്ട് പ്രസംഗിച്ചിട്ടില്ല. ഇനി 2ഓളം പല കോൺഗ്രസ് നേതാക്കൾ, അത് പ്രധാനപ്പെട്ട 2 നേതാക്കളെ പറ്റി പറയാം. ശശി തരൂർ അറിയാം, തിരുവനന്തപുരം MP ആണ്, കേരളത്തിലെ ഒരു ഗ്ലോബൽ മലയാളി. അദ്ദേഹം എന്തുവാ AICC ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞത്, അയാൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധി ചാൻസ് കൊടുക്കുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുവാ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത്, ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുവാനും ഡിബേറ്റ് നടത്തുവാനും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് അയാൾ പാർട്ടി വിട്ടു പോകുന്നത്. അയാൾ മാത്രം മറ്റ് പലർക്കും പ്രസംഗിക്കാൻ അറിയുന്ന കഴിവുള്ളവരെ മുഴുവൻ അങ്ങ് ഒതുക്കുക. കാരണം ഇയാൾക്ക് കഴിവില്ലെന്നറിയാം. അപ്പോൾ കഴിവുള്ളവർ വരരുത്. ഇതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 10 വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ചെയ്തത്.